ഈ ഒരു ട്രോളി ബാഗിലുണ്ടല്ലോ ഒരുപാട് സ്നേഹവും ഇമോഷൻസും ഒക്കെ നിറഞ്ഞതാട്ടോ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോണ്ടല്ലോ ഒരുപാട് ഇൻസ്റ്റാ പേജസ് ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് എനിക്ക് അത്രയും ഇഷ്ടമായി തോന്നിയ കുറെ ഡ്രസ്സസ് ഒക്കെ ഇതുപോലെ മേടിച്ചു വെക്കായിരുന്നു. നമ്മളെ വീട്ടിലെ പ്രായമായവരൊക്കെ പറയൂലേ ബേബി വന്നിട്ട് അവർക്കില്ലതൊക്കെ ഒരുക്കി വെക്കാവുന്നൊക്കെ. മേ ബി അത് ശരിയായിരിക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെ മേടിച്ച് ഒരുക്കി വെക്കുമ്പോഴല്ലേ ആ ഒരു കാത്തിരിപ്പിന് ഒന്നുകൂടെ ഭംഗി കൂടും. ഇപ്പൊ അതൊക്കെ കാണുമ്പോണ്ടല്ലോ സന്തോഷത്തിനേക്കാൾ കൂടുതൽ സങ്കടമാണ് വരുന്നത്. കാരണം എന്റെ മോളിപ്പോ എത്രയോ വലുതായി. അവരെ ഓരോ വളർച്ച നമ്മൾ അത്ര അധികം ആസ്വദിക്കുമെങ്കിലും ഈ ഒരു ന്യൂ ബോൺ സ്റ്റേജ് നമ്മൾ എന്നും മിസ് ചെയ്യൂലേ. റൂഹിന്റെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടോ. അതിൽ നിന്ന് എനിക്ക് അത്രയും ഇഷ്ടമായി തോന്നിയ ഒഴിവാക്കാൻ തോന്നാത്ത ഡ്രസ്സുകളാട്ടോ ഇതൊക്കെ. ഓരെത്രയൊക്കെ വലുതായാലും ഈ കാലങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ വേണ്ടതുപോലെ നമ്മളടുത്ത് അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞാനിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചത്. ഇതിനോള് വലുതാക്കുന്നത് വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും ഓൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായമാകുമ്പോൾ ഇത് എനിക്കോളെ കാണിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ ഒരു ഡ്രസ്സിലായിരുന്നു കേട്ടോ റൂഹിന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ഇതിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആട്ടോ. ഓരോ സ്കാനിങ് കഴിയുമ്പോഴും ഇതിലുള്ള ഏതൊക്കെ പാർട്സാണ് വിസിബിൾ ആയിട്ടില്ലേ, പൊസിഷൻ ഏതാന്നൊക്കെ നോക്കണ തിരക്കാവും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ബേബിന്റെ ഡീറ്റെയിൽസിൽ ഒരു ബുക്കും കൂടെ ഉണ്ടാവും. അതിൽ നെയിമിന്റെ പ്ലേസിലായിട്ട് ബേബി ഓഫ് ഫാത്തിമ സോക്കി എന്നാവും. അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെ രണ്ടാളെയും കയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു വാച്ച്, ഓ മാഷാല്ലാ എത്ര കുഞ്ഞല്ലേ. പിന്നെ ഈ ഒരു പേപ്പറിലുള്ളത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. ഇതിന്റെ മോളെ ആദ്യത്തെ ഹെയർ ആണ്, ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇതിന്റെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ.